പ്രിയമുള്ള വിദ്യാർത്ഥികളെ, SLC അറബിക്ക് മോഡൽ എക്സാമിനേഷൻ 2026 വർഷത്തെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ വിഭാഗം ചോദ്യം എന്തായിരുന്നു? അജിബ് അനിൽ അസ്ഇരദില്ലാത്തിയ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ്. ഇഖ്തറിൽ ജവാബ് സഹീ മിനൽ ഹിലാലൈ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് അടുത്ത് എഴുതുക. ഒന്നാമത്തെ അസ്ബഹ ഡാഷ് മുഅ്തദിലൻ, തൊക്കസ തൊക്കസി തൊക്കസു. അസ്ബഹ വന്ന അതിൻ്റെ ഇസ്മിന് തൊക്കസു എന്ന് പറയണം. അസ്ബഹ തൊക്കസു, അപ്പോൾ ഉത്തരം തൊക്കസു എന്നതാണ് വരിക. വഫറഹു കയ അഖി ഫർഹി ഹാദിഹിൽ ഇബാറ തദുല്ലു അല, നിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന ഈ സെൻറ്റൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അൽ മഹബ്ബ വൽ ഉഖുവ, സ്നേഹവും സഹോദര്യവും. അൽ അമാന വസ്സിദിഖ്, സത്യസന്ധത. അസിഖത്ത് പിന്നെ ആത്മവിശ്വാസം. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സ്നേഹം, അല്ലേ? ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെയോ അടുത്ത ചോദ്യം, ഹാദ ബൈത്തു ഡാഷ് ജാബിറൻ ജാബിരിൻ ജാബിറുൻ. ഏതാണ്? മുലാഫിലേഹിയാണ് വേണ്ടത്. ഇത് ജാബിറിൻ്റെ വീടാണ്, അപ്പോൾ ജാബിരിൻ എന്നതാണ് ഉത്തരം വരിക. അടുത്തത് ഇഖ്തറി തസ്രീഹൽ മുനാസിബ്, താഴെയുള്ള ഇതിനനുയോജ്യമായ സെൻറ്റൻസ് എഴുതുക. ഫദ്ലു സുന്നാഇൽ ബിലാദ് കുല്ല യൗമൻ ഫിസ്ദിയാത്ത്, നാടിൻ്റെ നിർമ്മാതാക്കളുടെ മഹത്വം എല്ലാ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാ വരിക? വളരെ സിമ്പിളാണ്. യസ്ദാദു ഫദ്ലു സുന്നാഇൽ ബിലാദ് യൗമൻ ഫയൗമൻ, ഇത് തന്നെയാണ് ഉത്തരം. ഓക്കെ, പിന്നെ അടുത്തത് അഞ്ചാമത്തെ അക്ബിൽ ബി സീഗത്തിൻ മുനാസിബിൻ ലിൽ ഫിഅൽ, ഫിഅലിൻ്റെ ശരിയായ രൂപം വയ്ക്കുക. ഇവിടെ ഖറജു, ഖറജ എന്തായി? ഇവിടെ അൽ ഔലാദ്, കുട്ടികളായതുകൊണ്ട് ഖറജു എന്നായി. അങ്ങനെയാണെങ്കിൽ കത്തബ, കത്തബ വന്നാൽ എന്ത് വരും? ഹസീന, ഹസീന ഒരു പെൺകുട്ടിയാണല്ലേ, അപ്പോൾ കത്തബത്ത് എന്നാവും. കത്തബത്ത് റിസാലത്ത് എന്നാവും. അടുത്ത് ഹും ഇലൽ ബൈത്ത്, ഹും ആയതുകൊണ്ട് യദ്ഹബു എന്താകും? യദ്ഹബൂന ഇലൽ ബൈത്ത്, അതാണ് വരിക. ആറാമത്തെ റത്തിബിൽ കലിമാത്ത തസീറ ജുംല സഹിഹ, സെൻറ്റൻസ് ഓർഡറിലാക്കാനാണ്. യൽ അബൂന അൽ ഔലാദു അൽ മദ്രസ ഫി മൈദാൻ, കുട്ടികൾ മദ്രസ എന്താണ് സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ്? അൽ ഔലാദ് കുട്ടികൾ, യൽ അബൂന ഫി മൈദാനി അൽ മദ്രസ, ഇങ്ങനെയാണ് ഉത്തരം വരിക. അപ്പോൾ ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെയാണ്? അൽ ഔലാദു യൽ അബൂന ഫി മൈദാനി അൽ മദ്രസ. അടുത്തതോ ഫി സൂക്കിയെ, അങ്ങാടിയിൽ. മുഖാവിലൻ ഏജൻറ്റ്. റഅയ്തു കണ്ടു. റജുലൻ മനുഷ്യൻ. അപ്പോൾ ആദ്യം ഫീൽ വെക്കണം അല്ലേ? എപ്പോഴും റഅയ്തു റജുലൻ മുഖാവിലൻ ഫി സൂഖ്, ഈ ഓർഡറിലാണത് എഴുതേണ്ടത്. അടുത്തത് അഇദ്ദ തഅലീക മുനാസിബിൻ ലിഹാദിഹി സൂറ, ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു തഅലീഖ് ക്യാപ്ഷൻ കൊടുക്കാനാണ്. നമ്മൾ വളരെ സിമ്പിളായി കുറേ പഠിച്ചതാണ് അല്ലേ? എന്തു പറയാം? ഇതുണ്ട്, ഇതുപോലെ ഒന്നും കൊടുക്കാം. അർ റഹ്മത്തുല്ലാ തൻഖതി, അല്ലേ? കാരുണ്യം മുറിഞ്ഞു പോകുന്നില്ല. അല്ലെങ്കിൽ അൽ ആതുഫു ജിസ്റും ബൈനൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കിടയിലുള്ള ഒരു പാലമാണ് കാരുണ്യം. ഇങ്ങനെയൊക്കെ കൊടുക്കാം. മൻ യുസായിദ് ഖൈറഹു യുസായിദ് നഫ്സഹു, ആര് മറ്റുള്ളവനെ സഹായിക്കുന്നുവോ അവൻ തന്നെ തന്നെയാണ് സഹായിക്കുന്നത് എന്ന സെൻറ്റൻസൊക്കെ നമുക്കതിന് കൊടുക്കാൻ പറ്റും. ഇനി ഏഴാമത്തെ ലഅഫിൽ ഫറാഖ് ലമീറ മുനാസിബ്, ഇവിടെ ലമീറുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഹുവ ജാലിസുൻ, ഇവിടെ എന്താകും? ഹുമാ ജാലിസാനി. ഇവിടെയോ ഹും, ഇവിടെ ഹിയ. ഹുമാ ദാരിസത്താനി ഹുന്ന ദാരിസാത്തുൻ, എളുപ്പമല്ലേ? അടുത്തത് കമ്മിലിൽ ജദുവല സഹീഹൻ, ഈ ജദുവല് ശരിയായി പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അൻത തഷ്റബു ഷായ, നീ ചായ കുടിക്കുന്നു. അപ്പോൾ അൻതുമ എന്ന് വരും, തഷ്റബാനി. ഇവിടെ എന്ത് വരും? തഷ്റബൂന എന്നുള്ളത് എവിടെയാ? അൻതും, അല്ലേ? അൻതും. ഇവിടെ അൻതി തഷ്റബീന, നീ ഒരു ഗേൾ ചായ കുടിക്കുന്നു. അന അഷ്റബുഷായ് നഹ്നു നഷ്റബുഷായ്, അങ്ങനെ വരിക. നഷ്റബു. എട്ടാമത്തെ ലഅ്തൻ മനഊത്തൻ, ലഅ്തോ മനഊത്ത വെക്കാൻ സിഫത്ത്, അതായത് വിശേഷണം കേട്ടോ. അപ്പോൾ ജുമാന ദാരിസത്തുൻ, ദാരിസത്തുൻ ജദീദത്തുൻ എന്ന് വേണമെങ്കിൽ പറയുക. ജുമാന ഒരു പുതിയ വിദ്യാർത്ഥിയാണ്. അല്ലെങ്കിൽ ദാരിസത്തുൻ മുജ്തഹിദത്തുൻ, മിടുക്കിയായ വിദ്യാർത്ഥിയാണ്. എന്ത് വേണം വെക്കാം കേട്ടോ. ഒരു മോനസായ വാക്ക് കൂടെ വെക്കണം. അതിന് ലമ്മി തൻവീൻ ഉണ്ടാവണം അവസാനത്തിൽ.
ഇഷ്തറ ഹാമിദ്, ഹാമിദ് വാങ്ങിച്ചു ജദീദൻ പുതിയ, അപ്പോൾ വീട് എന്ന് പറയണം. ബൈത്തൻ, ബൈത്തൻ ജദീദൻ അല്ലെങ്കിൽ കലമൻ ജദീദൻ എന്ന് വയ്ക്കാം. ഇന്ദഹു കലമാനി, അവൻ്റെ അടുക്കൽ 2 പേനയുണ്ട്. എങ്ങനെയുള്ള പേന? കലമാനി ജദീദാനി. അപ്പോൾ ഈ വാക്ക് വെച്ച് തന്നെ ഇത് 3 പൂരിപ്പിക്കാൻ എളുപ്പമായിരുന്നു. ജദീദാനി എന്ന് പറയണം കേട്ടോ. അടുത്ത അഇദ് ഇസ്തിബിയാനൽ മുഖാബല, ഇൻ്റർവ്യൂ ചോദ്യം ഉണ്ടാക്കുക. മാ ലൈഫിൻ അദീബ്, ആരാണ്? ഒരു നിങ്ങളുടെ അദീബായ സാഹിത്യകാരനായ ഗസ്റ്റ് വന്നു. യസൂർ മദ്രസ, നിങ്ങളുടെ സ്കൂളിൽ വന്നു. അപ്പോൾ അയാളോട് ചോദിക്കുന്നു അൽ ഉസ്ര, നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്തൊക്കെ ഉണ്ടാക്കാം? ദിറാസ പഠനം, ഇൻജാസാത്ത്, ഇൻജാസാത്ത് എന്താ? അച്ചീവ്മെൻറ്റ്. അപ്പോൾ അതിൽ നമുക്ക് ഇനി ഉസ്ര എങ്ങനെ ചോദിക്കാം? ഉസ്ര എങ്ങനെ ചോദിക്കാം? പഠിച്ചിട്ടുണ്ടല്ലേ? മൻ ഫദ്ലി അഖ്ബിർനി അൻ ഉസ്രത്തിക്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയാമോ? പിന്നെ ദിറാസ പഠനത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കുമ്പോൾ അതിനക്കാന ദിറാസത്തുക്ക. പിന്നെ അടുത്തത് ഇൻജാസാത്ത് അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? മാഹിയ ഇൻജാസാത്തുക്, താങ്കളുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? പിന്നെ റിസാല മെസ്സേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ എന്ത് വയ്ക്കാം? മാഹിയ റിസാലാത്തുക് ലിൽ ബനാത്സ്, കുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക്. മാഹിയ റിസാലാത്തുക് ലിൽ ജീലിൽ ജദീദ്, പുതിയ തലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അടുത്തത് 9ാമത്തെ ഡാഷ് ഷാഇറുൻ ഡാഷ് അഷാഇറു ഷഹീറുൻ അദ്ഖിൽ സാറ ഫിൽ ജുംല, ഈ ജുംലയിൽ സാറ കൊണ്ടുവരാം. അപ്പം എങ്ങനെ വരും? സാറ ഷാഇറു ഷഹീറൻ, ഇവിടെ അലിഫ് ഇട്ടിട്ട് ഫതഹ് തൻവീൻ വേണം, ഷഹീറൻ. ഇതിൽ യഫ്തഹു സിനാൻ ബാബൽ ബൈറ്റ്സ്, ലവ് ഫാത്തിമ മക്കാന സിനാൻ, സിനാൻ്റെ സ്ഥാനത്ത് ഫാത്തിമ വയ്ക്കാൻ. അപ്പോൾ എന്താണ്? തഫ്തഹു ഫാത്തിമ ബാബൽ ബൈറ്റ്സ്, അങ്ങനെ വരിക. തഫ്തഹു ഫാത്തിമ ബാബൽ ബൈത്ത് എന്നാണ് ഉത്തരം വരിക. സഹിഹുൽ ജുംല, ഈ ജുംല ശരിയാക്കാൻ. ലബിസൽ അർലു റിദാ അൻ അഖ്ലർ, ഭൂമി പച്ച എന്താണ്? പട്ട് പുതച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ലബിസ എന്നുള്ളത് ലബിസത്താകണം, അർലു മുഹന്നസ് ആണ്, അതുകൊണ്ട് ലബിസത്തിൽ അർലു എന്ന് വേണം. ഓക്കെ, അടുത്തത് ഇത് കഥ ഓർഡറിലാക്കാനാണ്. കാലർ റജുലു ശുക്രൻ യാ ബുനയ്യ, മനുഷ്യൻ പറഞ്ഞു നന്ദി മോനെ, അൻത വലതും സാലി, നീ നല്ല കുട്ടിയാണ്, ലാ അൻസാക്കാബത്, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. ദാത്ത മസായും കാന യാസർ യദ്ഹബു ഇലൽ മുസ്സൂഖ്, ഒരു ദിവസം യാസർ സൂക്കിലേക്ക് പോവുകയായിരുന്നു. ഫഖാല അന ജായവും ഞാ വലതി, ഞാൻ പറഞ്ഞു എന്താണ്? ഞാൻ മോനെ എനിക്ക് വിശക്കുന്നുണ്ട്. വലൈസ ഇന്ത്യ ത്വാമും വല ഷറാബ്, എനിക്ക് ഫുഡും വെള്ളമില്ല. ഫറാഫി തൊരീഖ് റജുലൻ ഫക്കി, അപ്പോൾ വഴിയിലൊരു ഫക്കീറായ മനുഷ്യനെ കണ്ടു. സഹലഹു, യാസർ ചോദിച്ചു മാതാ അസാബക്ക് യാമി, എന്തു പറ്റി അങ്കിളെ? ഫദഹു ബിഹി യാസർ ഇലാ ബൈത്തിഹി, വീട്ടിലേക്ക് കൊണ്ടുപോയി അതിന് ഫുഡ് കൊടുത്തു. അങ്ങനെ അയാൾ സന്തോഷവാനായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓർഡർ എങ്ങനെ വരിക? ആദ്യം ഏത് വരും? ആദ്യം ഏതാണ്? ദാത്ത മസ, ഒരു ദിവസം ഇവൻ പോവുകയായിരുന്നു, ഇതാണ് 1ാമത് വരിക. അപ്പോൾ അവൻ എന്ത് കണ്ടു? എന്ത് കണ്ടു? വഴിയിലൊരു ആളെ കണ്ടു അല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു എന്ത്? അപ്പോൾ അയാളോട് ചോദിച്ചു എന്ത് പറ്റി അങ്കിളേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് വിശപ്പുണ്ട് എന്ന് അല്ലേ, ഈ ഓർഡറിൽ. ഇപ്പോൾ 4ാമത് വരും. 5ാമത് എന്ത് ചെയ്യും? 5ാമത് വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയും. അവസാനം അയാൾ ശുക്ർ പറഞ്ഞു എന്ന് വരും. ഓക്കെ, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. അപ്പോൾ 1, 2, 3, 4, 5, 6 ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി 10ാമത്തെ യൗമൻ സാറ നൗഫൽ സൂക്കൽ മർക്കസി, ഒരിക്കൽ നൗഫൽ എന്താണ്? സൂക്കുൽ മർക്കസ്, സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ നൗഫലും മുഹാസിബും തമ്മിൽ, അവിടുത്തെ അക്കൗണ്ടൻറ്റും തമ്മിൽ ഹിവാർ നടന്നു. അമാമ ഷുബാക്കി ദഫ, കൗണ്ടറിൽ അല്ലേ, പേയ്മെൻറ്റ് കൗണ്ടറിൽ. ആ ഹിവാർ എഴുതാനാണ്. നമ്മുടെ ബുക്കിലുള്ള അതേ ഹിവാർ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഖാലിദ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആരാണ്? ഫവാസാണ്, നൗഫലാണ്. ഇപ്പം നൗഫൽ എന്ന് എടുക്കണം ഇവിടെ. ഖാലിദിൻ്റെ സ്ഥാനത്ത് നൗഫൽ എന്ന് കൊടുക്കണം. സബാഹൽ ഖൈർ. അപ്പോൾ നൗഫൽ സഹാബൽ ഖൈർ ആണ്. മുഹാസിബ് സബാഹന്നൂർ അഹലംബിക്. അപ്പോൾ എന്താണ് നൗഫൽ പറയുന്നത്? ഉരീദ് അൻ അദ്ഫഅ സമനൽ മുഷ്തറ, വാങ്ങിയതിൻ്റെ പൈസ തരണം. ഹസനൻ മാസ്താദാർ തഷ്ത്, എന്താണ് വാങ്ങിച്ചത്? അപ്പോൾ ഞാൻ വാങ്ങിച്ചു ചോക്ലേറ്റും ബിസ്ക്കറ്റും ഹലീബൊക്കെ വാങ്ങിച്ചു. മുഹാസിബ് എല്ലാം കൂടി 50 ദിർഹം, 50 എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 50 ദിർഹം എന്ന് പിടിച്ചു. അപ്പോൾ ശുക്രൻ വഹാദ വസുലു ദഫ, എന്താണ് അടച്ചതിൻ്റെ ബില്ല് എന്ന് പറഞ്ഞിട്ട് അഫ്വൻ ഇലല്ലിഖ, വീണ്ടും കാണാം, ഫിയാമാനില്ല. ഇത്രയാണ് നമുക്കതിൽ എഴുതാൻ പറ്റുക. ഇനി
11-ാമത്തെ അക്തു മുദക്കിറാൻ ജമാൽ ഖറിയ, ഗ്രാമഭംഗിയെക്കുറിച്ച് എന്തുണ്ടാക്കണം, ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അല്ലേ, എളുപ്പമല്ലേ? ഗ്രാമത്തെക്കുറിച്ച് ഹാദിഹി ഖറിയത്തുൻ ജമീല, ഇത് മനോഹരമായ ഒരു ഗ്രാമമാണ്. ഫിഹി അഷ്ജാറുൻ, അവിടെ മരങ്ങളുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്ന ഇതാണ്. എങ്ങനെ എഴുതാം? ഖറിയത്തി ജമീലത്തുൻ വഹാദിയ, എൻ്റെ നാട്, എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. ഫിഹാ ഹുക്കൂലുൻ ഖദർ, അവിടെ പച്ച നിറഞ്ഞ വയലുകളുണ്ട്. വഅഷ്ജാറുൻ കസീറ, ധാരാളം എന്തുണ്ട്, മരങ്ങളുണ്ട്. യജ്രി നഹറുൻ ഫി ജാനിബി ഖറിയത്തിന, നാട്ടിലോട്ട് കൂടെ നദി ഒഴുകുന്നു. വയദ്ഹബുൽ ഫല്ലാഹൂന ഇലൽ ഹുക്കൂൽ, കർഷകർ എവിടേക്ക് പോകുന്നു? വയലുകളിലേക്ക് എല്ലാ ദിവസവും രാവിലെ പോകുന്നു. വയർജീവന മസായൻ, വൈകിട്ട് മടങ്ങുന്നു. മനാദുർ ഖറിയത്തിന ജമീല, ഗ്രാമഭംഗി വളരെ ഭംഗിയുള്ളതാണ്. വതുദ്ഖുലു സുറൂറ ഫിൽ ഖുലൂബ്, ഹൃദയത്തിൽ അത് സന്തോഷം ഉണ്ടാക്കും എന്നൊക്കെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് അക്മിൽ ഫറാബി മവാസിബ് മുനാസിബ്. ഇവിടെ നവാസിബുകൾ ലെൻ അൻ കൈ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. യുരീദ് ബാബു, ബാബു ഉദ്ദേശിക്കുന്നു പോകുവാൻ, അല്ലേ? അപ്പോൾ അൻ വരും ഇവിടെ. അൻ യുസാഫിറ ഇലാ ന്യൂഡൽഹി, എന്തിനു വേണ്ടിയാ? കൈ യദുറുസ, കൈ യദുറുസ, പഠിക്കുന്നതിന് വേണ്ടി. അപ്പോൾ കൈ ഇവിടെ വരും. ഫി ജാമിദ് ജവഹർലാൽ നെഹ്റു. പിന്നെ ലൻ യർജിയ, ഒരിക്കലും മടങ്ങില്ല. ഇല്ലാ ബൈത്തിഹി, വീട്ടിലേക്ക്. ഇല്ലാ ബഅദ ഇത്മാമി ദിറാസ, പഠിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലാതെ. ഓക്കെ, അപ്പോൾ അല്ല അൻ ലെൻ, അല്ല അൻ കൈ ലെൻ, അങ്ങനെ വരിക. 13 ഇഖ്റൽ ഫിഖ്റ വൻഷ്യ മിൻഹ സലാസ അസ്ഇല, പാരഗ്രാഫ് വായിച്ച് 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. എളുപ്പമല്ല. ബുലിദ ജാസിം ബിൻ അബ്ദുറഹീം ഫി കാലിക്കൂത്ത്സ്, ജാസിം ബിൻ അബ്ദുറഹീം കാലിക്കൂത്തിൽ 1980 ജനിച്ചു. ഖാൻ ഉസ്രത്തും ഫക്കീറ, ഒരു എന്താണ്, ദരിദ്ര കുടുംബമാണ്. യൗമൽ മുഹാസിബൻ ഫി സൂക്കുൽ മർക്കസി, തൃശ്ശൂരിൽ അവൻ ജോലി ചെയ്യുന്നു. അപ്പോൾ ചോദ്യം അല്ലേ, ഐന ഉലിത ജാസിം. ഒന്നാമത്തെ ചോദ്യം മത്ത വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്താ ഉലിത ജാസിം, ജാസിം എപ്പോൾ ജനിച്ചു? കൈഫ കാനത്ത് ഉസ്രത്തുഹു, എങ്ങനെയാണ് അവൻ്റെ ഫാമിലി? കൈഫ കാനത്ത് ഉസ്രത്തുഹു, മൂന്നാമത്തെ ചോദ്യം. പിന്നെ മാത എന്താണ്, യഅമലു മുഹാസിബൻ, അല്ലെങ്കിൽ ഐന യഅമലു മുഹാസിബൻ, എവിടെയാണ് അവൻ ജോലി എടുക്കുന്നത്? അല്ലെങ്കിൽ മാതാ യഅമൽ, എങ്ങനെയാണ് ജോലി, എന്താണ് ജോലി ചെയ്യുന്നത്? ഓക്കെ, 2 ചോദ്യങ്ങൾ അതിൽ വയ്ക്കാം. ഇനി 4ാമത്തെ സെഷനിൽ ആയിദ തർജ്ജമ ഷായർ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ ബയാനാത്ത് ഷഖ്സിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തർജ്ജമത്തു പ്രൊഫൈൽ അല്ലെങ്കിൽ പാരഗ്രാഫ് പോലെ എന്താണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ തയ്യാറാക്കാം? ഇത് പുസ്തകത്തിലുള്ളതല്ല, പുറമേ നിന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഹുവ ഖലീൽ ജുബ്രാൻ എന്ന് കൊടുക്കുന്നു. പിന്നെ ഉലിദ ഫി ലബനാൻ, ഇവിടെ ഉലിദ മക്കാനിൽ വിലാദിയുടെ സ്ഥാനത്ത് ഉലിദ ഫി ലബനാൻ, എന്നിട്ട് പിന്നെ ഒരു ഫീ ഇട്ടിട്ട് ഈ ഡേറ്റും കൂടി കൊടുക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസായി. വാലിദുഹു ഖലീൽ ജുബ്രാൻ, ഇസ്മുൽ വാലിദിൻ്റെ സ്ഥലത്ത് വാലിദുഹു ഖലീൽ ജുബ്രാൻ. വാലിദത്തുഹു കാമില റഹ്മ. പിന്നെ അൽ മൻസിബിൻ്റെ ഇവിടെ ഹുവ ഷായിറുൻ മഷ്ഹൂറുൻ വ കാത്തിബുൻ ഖദീർ എന്ന് കൊടുക്കുക. പിന്നെ മുഅല്ലഫാത്തുഹു മിൻ മുഅല്ലഫാത്തിഹി എന്നും പറയാം. മിൻ മുഅല്ലഫാത്തിഹി അൻ നബിയു വ അജ്നിഹത്തുൻ മുതകസ്സിറ. പിന്നെ തുവുഫിയ എന്ന് കൊടുക്കുക. ഇവിടെ തുവുഫിയ, ഫീ എന്നിട്ട് ഈ ഫീ കഴിഞ്ഞിട്ട് ഇതും കൂടി അങ്ങോട്ട് എഴുതാം. ഇതോടുകൂടി നമ്മുടെ എന്താണ് ഇത് പൂർത്തിയായി. വളരെ സിമ്പിളായി എഴുതാവുന്നേ ഉള്ളൂ. ഇനി 14ാമത്തെ ഇഖ്റൽ ഫിഖ്റ വാജിബാനിൽ അസ്ഇല, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഐമൻ ബിൻ അഹമ്മദ് ദാരിസുൻ നഷീദ്, ഐമന് മിടുക്കനായ കുട്ടിയാണ്. യസ്ലു വിലൽ മദ്രസത്തി ഫി സായദ് താസിയ, 9 മണിക്ക് അവൻ സ്കൂളിലേക്ക് എത്തും രാവിലെ. വഹുവ യതഫവഖ് ഫി ദിറാസ, പഠനത്തിൽ അവൻ മികച്ചവനാണ്. വരിയാദ, സ്പോർട്സിലും. വയുഷാരിഖു ഫിൽ അമാലിൽ ഖൈരിയ, അവനെന്താണ് അമാലിൽ ഖൈരിയ, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അവിടെ ഇടപെടുന്നു. യതമന്ന അയ്യക്കൂന മുദരിസൻ, അവൻ ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നു. മിസാലിയൻ, മോഡൽ ടീച്ചർ. ലുഗൽ അറബി, അറബി ഭാഷയുടെ. യർജു കുല്ലയോമിൻ ഇലാ ബൈത്തിഹി, വീട്ടിലേക്ക് എല്ലാ ദിവസവും മടങ്ങുന്നു. മസാ, വൈകിട്ട്. ബാദമാ ലൈബ കുറത്തൽ കദം ക്രിക്കറ്റ് കളിച്ചതിന് ശേഷം. മാൽ അസ്തിക്ക, കൂട്ടുകാരോടൊപ്പം. ഫി മൽഅബിൽ മദ്രസ, സ്കൂൾ ഗ്രൗണ്ടിൽ. നിസ്ഫസ, അരമണിക്കൂർ. അപ്പോൾ മാ ഇസ്മു വാലിദ് ഐമൻ, ഐമൻ്റെ വാപ്പയുടെ പേരെന്താണ്? അഹമ്മദ്, അല്ലേ? മാ ഉമ്നിയത്തു അഹമ്മദ്, ഐമൻ്റെ ആഗ്രഹം എന്താണ്? യതമന്ന അയ്യക്കൂന മുദരിസൻ മിസാലിയൻ ലുഗൽ അറബിയ. ഇതാണ് ഉത്തരം വരിക. അയ്യുൽ അബിനി അൽ ഔ ഫി മൈദാനിൽ മദ്രസ, ഏത് കളിയാണ് അവൻ കളിക്കുന്നത്? യൽ അബു ഖുറത്തൽ കദം, അല്ലേ? യൽ അബു ഖുറത്തൽ കദം
ഫി ഐ വക്കത്തിൻ അബൂൻ ഏത് സമയത്താണ് കളിക്കുന്നത്? മസാൻ വൈകിട്ട് അവൻ കളിക്കുന്നത്. ഓക്കെ, തർജുമിൽ ജുമലിൽ ആത്തിയ താഴെയുള്ള സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ലക്കത് സുഹൃത്ത് വിലായത്ത് കേരള കപില യോമേൻ 2 ദിവസം മുമ്പ് ഞാൻ കേരളം സന്ദർശിച്ചു. അൽ മൗത്ത് അഹബ് ഇലയ്യ മിന റിഷ്വത്തി ലി അജലി എനിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിനേക്കാൾ എനിക്കിഷ്ടം മരണമാണ്. മൂന്നാമത്തെ ഹൽ നസ്തത്യു അൻ നത്തീറ മിസില തുയൂർ പക്ഷികളെപ്പോലെ നമുക്ക് പറക്കുവാൻ കഴിയുമോ? കാലത്ത് ആയിഷ ബാക്കിയൻ എന്നാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയിന ഹക്കീബത്തി വ ദഫ്തരി എൻ്റെ ബാഗും നോട്ടും എവിടെ? 16 ലാഹിൽ ജദുബ വാജിബ് അൻ ലസ്ഇല എന്നാണ്. ഇത് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. ഏതാണ്? ഇസ്മ് പേര്, മൻസിബ് സ്ഥാനം, വിലാദ ജനനം, കുത്തുബ് പുസ്തകങ്ങൾ. ഹാഫിൽ ഇബ്രാഹിം ആരാണ്? ഒരു കവി, അദ്ദേഹം ഷായറാണ്. മിസ്റിൽ ജനിച്ചു. അറബി ഭാഷ എന്ന ബുക്കാണ് അദ്ദേഹത്തിനുള്ളത്. ബർഷ്യം അദ്ദേഹം റിയാദിയാണ്, ഖത്തറിയാണ്. ബുക്കില്ല. APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്, ഇന്ത്യക്കാരനാണ്. അജ്നിഹത്ത് മിന്നാർ അദ്ദേഹത്തിൻ്റെ ബുക്ക്. ചോദ്യം ഷായറുൻ ഉലിദ ഫി മിസ്റിൽ ജനിച്ച ഷായർ ആരാണ്? ഹാഫിൽ ഇബ്രാഹിം അല്ലേ? പിന്നെ മാ ഇസ്മു റിയാദി അൽ ഖത്തരി കളിക്കാരൻ ആരാണ്? ബർഷ്യം. ഉത്തരം കാന ഡാഷ് റയീസ് അൽ ഹിന്ദ് ആരായിരുന്നു? ഇന്ത്യയുടെ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കാന APJ അബ്ദുൽ കലാം. മൻ കത്തബ അജ്നിഹത്ത് മിന്നാർ എഴുതിയത് ആരാണ്? APJ അബ്ദുൽ കലാം. ഇത്രയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. വളരെ സിമ്പിളായ ഒരു പരീക്ഷയായിരുന്നു. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.